ഇപ്പോൾ കലോത്സവ കലവറയിൽ പാലുകാച്ചൽ നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രി ജി.ആർ. അനിൽ അടക്കമുള്ളവർ പാലുകാച്ചൽ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. നാളെ മുതൽ 8-ാം തീയതി വരെയാണ് അനന്തപുരിയെ വർണ്ണമേളത്തിലാക്കുന്ന കലോത്സവം അരങ്ങേറുക. കലവറയിലെ പാലുകാച്ചൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണം കാണുന്നു. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പാലുകാച്ചൽ ചടങ്ങ് നിർവഹിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ പ്രവേശിച്ചത്. വൈകുന്നേരത്തോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി കലോത്സവ നഗരിയിലേക്ക് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. ഇപ്പോൾ കലവറയിൽ ഒരേ ദിവസം തന്നെ ഒരു നേരം 4000 പേർക്ക് ആഹാരം കഴിക്കുന്ന തരത്തിൽ, ഒരു 20 വരികളിലായി 4000 പേർക്ക് ആഹാരം കഴിക്കുന്ന തരത്തിലാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ കലവറ ഭക്ഷണപ്പുര, ഊട്ടുപുര ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി.ആർ. അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാലുകാച്ചൽ ചടങ്ങ് അവിടെ നടന്നത്. ഏതായാലും കലോത്സവത്തിന് തലസ്ഥാന നഗരിയിൽ കേളികെട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്വർണ്ണക്കപ്പ് കലോത്സവ നഗരിയിലേക്ക് എത്തിക്കും. ഇപ്പോൾ അവിടെ ഇന്ന് രാവിലെ 9:30 തലസ്ഥാന ജില്ലാ അതിർത്തിയിൽ ഈ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിക്കൊണ്ട് സ്വർണ്ണക്കപ്പ് ഇപ്പോൾ എവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഷീജ ചേരുകയാണ് കലവറയ്ക്ക് മുന്നിൽ നിന്ന്. ഷീജ, പാലുകാച്ചൽ ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കലോത്സവത്തിൻ്റെ കേളുകൊട്ടിലേക്ക് തലസ്ഥാന നഗരി ഉണരുകയാണ്. എന്താണ് ഇനി നടക്കാനുള്ള പ്രധാന പരിപാടികൾ? ഇന്നു മുതൽ തന്നെ ഊട്ടുപുര സജീവമാകുന്നുണ്ടാകും അല്ലേ? സിജുവിരല 63ാമത് സ്കൂൾ കലോത്സവത്തിനായുള്ള കലവറ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പുരയിൽ പാലുകാച്ചൽ ചടങ്ങ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തീ കൊളുത്തി പാല് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ പഴയിടം മോഹനൻ നമ്പൂരി അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ അതായത് ഈ 25ാം വർഷം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും ഈ കലവറ സജ്ജമാക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും പാലുകാച്ചൽ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂട്ടുപുരയിൽ പൂർണ്ണതോതിൽ സജ്ജമായി ഭക്ഷണത്തിന്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. നാളെ രാവിലെ 7 മണി മുതൽ കലോത്സവത്തിനായെത്തുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണം സജ്ജമാണ് എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു സമയം 4000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭക്ഷണപ്പുര സജ്ജമാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ഇത്തവണത്തേതെന്ന് എടുത്ത് പറയേണ്ടത്, സാധാരണ രീതിയിൽ കൂടുതലായി കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ ഇവിടത്തേക്ക് എത്തുമ്പോൾ ഭക്ഷണത്തിന് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം അത് ഒഴിവാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് വരുന്നവർക്ക് വിശ്രമിക്കുവാൻ വേണ്ടി 1000 പേർക്ക് അധികമായി എത്തുകയാണെങ്കിൽ പോലും വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കേന്ദ്രം അത് ഇതിന് തൊട്ട് ഭക്ഷണപ്പുരയോട് ഷീജയാണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള കലവറയിൽ പാലുകാച്ചൽ ചടങ്ങാണ് നടന്നത്.